ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. നക്ഷത്രജാലത്തിലേക്ക് പ്രിയപ്പെട്ടവരെ സ്വാഗതം ചെയ്യുന്നു. ആദ്യമായ ഒരു കാര്യം പറയട്ടെ, ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുക. ഇന്ന് നമുക്ക് നക്ഷത്രജാലത്തിലൂടെ ചിത്രനാൾ നോക്കാം. ഈ ചിത്രനാളിൽ പിറന്നവരുടെ പൊതു സ്വഭാവവും അവരുടെ പൊതുഫലവും നോക്കാം. ആഡംബര വസ്തുക്കളിലും വർണ്ണവൈവിധ്യങ്ങളിലും സുന്ദര ദൃശ്യങ്ങളിലും തൽപരരായ ചിത്ര നക്ഷത്രക്കാർ പൊതുവെ എല്ലാവരോടും നന്നായി പെരുമാറുമെങ്കിലും ചിലപ്പോൾ രോഷത്തോടുകൂടി സംസാരിക്കും. അതിന് മടിക്കില്ല അവർ. സ്വന്തം വാക്സാമർത്ഥ്യം മൂലം മറ്റുള്ളവരുടെ ആദരവ് പിടിച്ചു പറ്റാൻ ഈ നക്ഷത്രക്കാർക്ക് എളുപ്പം കഴിയുന്നതാണ്. ഈ നാളുകാരിൽ ചിലർ കുതുകാൽ വെട്ടികളും തൻകാര്യം കാണാൻ എന്ത് മോശമായ മാർഗം സ്വീകരിക്കുന്നതിന് മടിയില്ലാത്തവരുമാണ്. സ്വന്തം ഇഷ്ടം അനുസരിച്ച് കാര്യങ്ങൾ നീക്കുന്നതിന് ഈ നാളുകാർ മറ്റുള്ളവരുടെ അഭിപ്രായം അധികം സ്വീകരിക്കാറില്ല. ഇവർ ദാനശീലരായി കണ്ടുവരുന്നു. പൊങ്ങച്ചം പറയും, വഴക്കിന് പോകാതെ സ്വന്തം കാര്യം നോക്കും. അധ്വാനിച്ച് പ്രവർത്തിച്ച് കാര്യങ്ങൾ നേടുന്നതിൽ ഇവരെപ്പോലെ സാമർഥ്യമുള്ളവർ കുറവാണ്. ഇവരുടെ ദാമ്പത്യ ജീവിതം അത്ര തൃപ്തികരമായി കണ്ടുവരുന്നില്ല. ഇവരുമായി ഇണങ്ങിപ്പോകുവാൻ നന്നേ പ്രയാസമാണ്. കടുത്ത ജീവിത സമരത്തിൽ ഈ നാളുകാർ ഏർപ്പെടുന്നതാണ്. അപവാദങ്ങളിലും ആരോപണങ്ങളിലും ഈ നാളുകാർ വിധേയരാകാറുണ്ട്. ഈ നാളുകാർക്ക് പിതാവിൽ നിന്നുള്ള ഗുണം കുറവായിരിക്കും. സ്വന്തം ഭവനത്തിൽ കഴിയുവാനുള്ള യോഗം ഈ നാളുകാർക്ക് കുറവാണ്. ഈ നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകളുടെ കാര്യത്തിലും നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ബാധകമാണ്. ഇവരുടെ മനസ്സ് ആർക്കും പിടികിട്ടില്ല. വിടർന്ന കണ്ണുകളും പുഞ്ചിരിയും ഇവരുടെ പ്രത്യേകതയാണ്. വീട് ഭരിക്കുന്നതിൽ ഇവർ നന്നായി ശോഭിക്കുന്നതായി കണ്ടുവരുന്നു. തികഞ്ഞ ഈശ്വരവിശ്വാസികളാണ് ഈ നാളിൽ പിറന്നവർ. ആജ്ഞാശക്തിയും കൃത്യനിഷ്ഠയും എന്ന ആളുകാരുടെ കൈമുതലാണ്. ഗൃഹഭരണത്തിൽ ഇവർ നന്നായി ശോഭിക്കും. ഉദരരോഗങ്ങൾ ഈ നാളുകാരെ സദാ അലട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ചിത്രനാളിൽ പിറന്നവരുടെ പൊതുവായിട്ടുള്ളൊരു സ്വഭാവവും ഒരു ഗുണവും പൊതുവായിട്ട്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.